السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ആഗ്രഹത്തോടുകൂടെ മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയും മഹാന്മാരാകുന്ന സ്വഹാബത്തെല്ലാം കൂടെ കൂടുകയും ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1600 വരുന്ന സ്വഹാബത്തും മക്കയിലേക്ക് വരുന്ന വിഷയമറിഞ്ഞപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഖുറൈശികളുടെ ഭാഗത്തു നിന്നുള്ള ചില ചരടുവലികൾ നടക്കുകയും ഇതറിഞ്ഞ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു റൂട്ടുകളിലൂടെ മക്കയിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതുകയും അവസാനം ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും അവിടെ വെച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുകയും വിഷയം ഖുറൈശികൾ അംഗീകരിക്കുന്നില്ല എന്ന് കേൾക്കുന്ന സമയം മഹാനായ ഉസ്മാൻ തങ്ങൾ തിരിച്ചു വരാൻ ലേറ്റായപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായി എന്ന രീതിയിലുള്ള ഒരു റൂമർ പരക്കുകയും ചെയ്തപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുറൈശികളുമായി യുദ്ധം ചെയ്യാൻ എല്ലാ രീതിയിലും ഞങ്ങളുണ്ട് എന്ന രീതിയിൽ അവിടെയുള്ള സ്വഹാബത്തെല്ലാം ബൈഅത്ത് ചെയ്യുന്നുണ്ട്. ആ ബൈഅത്തിനെയാണ് ബൈഅത്ത് റിദ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതായാലും ഇങ്ങനെയൊരു ബൈഅത്ത് നടന്ന വിഷയം അറിഞ്ഞപ്പോൾ സന്ധി സംഭാഷണത്തിന് വേണ്ടി ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് തന്നെ ആളുകൾ വരികയും ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് യസീദ് ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന ആളും അയാൾക്ക് ശേഷം ഉർവ എന്ന് പറയുന്ന ആളും വരികയും പക്ഷേ വേണ്ട രീതിയിൽ ആ സംസാരങ്ങൾ വിജയം കണ്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ ഖുറൈശികൾ അടുത്തതായി പറഞ്ഞയക്കുന്നത് സുഹൈലിനെയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന സുഹൈൽ, അയാൾ പറഞ്ഞ സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ആള്, അയാൾ മുന്നോട്ട് വെച്ച തൻ്റെ ആശയങ്ങളെ കൃത്യമായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിക്കുകയും ആ അഭിപ്രായങ്ങളെ രേഖാമൂലം എഴുതി വെക്കുകയും ആ രീതിയിൽ 2 വർഷക്കാലം പരസ്പരം യുദ്ധം ചെയ്യാൻ പാടില്ല എന്നും പിന്നെയോ അവരുദ്ദേശിക്കുന്നവർക്കൊപ്പം അവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്നവർക്കൊപ്പം നമുക്കും അലയൻസ് പറ്റുമെന്നും അടുത്ത വർഷം മക്കയിലേക്ക് വരാം, ഉംറയാക്കാം എന്നും അതേസമയം
നാലാമതായി പറഞ്ഞത്, മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കില്ല. മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം എന്നുമുള്ള 4 കരാറുകൾ എഴുതുകയാണ്. യഥാർത്ഥത്തിൽ സ്വഹാബത്തിന് ഈ കരാർ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒക്കുകയും അവിടുന്ന് അതിന് സമ്മതം മൂളുകയും ചെയ്യുമ്പോൾ സ്വഹാബത്തിനിടയിൽ ചെറിയ അതൃപ്തി കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതിന്റെ മുന്നിൽ എന്തു സംഭവിക്കും, അതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്നറിയുന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കരാറുകൾ അതിനെ കൃത്യമായി അവിടുന്ന് അതിന് തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ കരാറ് കഴിഞ്ഞ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടായി, ആര് ബഹുമാനപ്പെട്ട ജന്തൽ ഇബ്നു സുഹൈൽ എന്ന് പറയുന്ന ആള്, അവരിങ്ങനെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ കരാർ എഴുതിയ സമയം ഹബീബായ മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും അടുക്കലേക്ക് വന്നപ്പോ ആ സമയം വളരെ പ്രയാസങ്ങൾ നിറഞ്ഞൊരു സാഹചര്യമായിട്ട് പോലും ആ സ്വഹാബി വര്യരോട് ഹബീബായ തങ്ങൾ തിരിച്ചു പോകാൻ ആവശ്യപ്പെടുകയും അങ്ങനെയതാ അവര് അവിടെ നിന്ന് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യുകയാണ്. ഏതായാലും അവിടെ കാണാം, ഹബീബായ തങ്ങളും സ്വഹാബത്തും മദീനയിലേക്ക് മടങ്ങിയപ്പോ ഖുറൈശികളിൽ നിന്നും അബൂ ബസീർ ഉത്ബത്ത് ഇബ്നു സെയ്ദ് എന്ന മനുഷ്യൻ അയാൾ വരികയും അയാളെ തേടിക്കൊണ്ട് ഖുറൈശികൾ രണ്ടാൾമാരെ പറഞ്ഞയക്കുകയും ചെയ്യാണ്. അവരൊന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് പറയുന്നുണ്ട്, നബിയെ, നിങ്ങൾ ഞങ്ങളോട് കരാർ പറഞ്ഞ പ്രകാരം അവരെ ഞങ്ങളോടൊപ്പം വിടുക. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. അതിന്റെ ശേഷം അവര് അയാളെ കൊണ്ട് മടങ്ങുന്ന വഴിയിൽ വെച്ച് ഈ ബസീർ എന്ന് പറയുന്ന ആള് ഇവർക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുകയും അങ്ങനെ ഒരു കടൽ തീരത്തെത്തുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോഴാണ് ഖുറൈശികൾ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു വരുന്ന, നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ബഹുമാനപ്പെട്ട അബൂ ജന്തൽ ഇബ്നു സുഹൈൽ എന്നവരും അവരുടെ കൂടെ കൂടുകയും അങ്ങനെ ഖുറൈശികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു വന്നവരെല്ലാം ബസീർ എന്ന് പറയുന്നവരുടെ കൂടെ കൂടുകയും അങ്ങനെ ഷാമിലേക്ക് ഖുറൈശി കച്ചവട സംഘം അവർ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിഷയമറിഞ്ഞപ്പോ അവരെ തടഞ്ഞുകൊണ്ട് അവരെല്ലാം കൊല്ലുകയും അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ്. ഏതായാലും അള്ളാഹുവിന്റെ മേലിലും കുടുംബബന്ധത്തിന്റെ മേലിലും സത്യം ചെയ്തുകൊണ്ട് ആ സമയത്ത് ഖുറൈശികൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയക്കുകയും ആ ദൂതൻ പറഞ്ഞത്, ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവര് സുരക്ഷിതരാണ്, അവന് നിങ്ങളുടെ അടുക്കൽ നിൽക്കാം, തിരിച്ചു പറഞ്ഞയക്കേണ്ടതില്ല. ഇങ്ങനെ ആ കരാറിൽ അവർ തന്നെ ചെറിയ മാറ്റം വരുത്തുകയാണ്. ഏതായാലും ഹുദൈബിയ സന്ധിക്ക് ശേഷം നടന്ന സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നത് ഖുറൈശികൾ നിർബന്ധിപ്പിച്ചതെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒപ്പിട്ടു, അതല്ലെങ്കിൽ അവിടുന്ന് സമ്മതിച്ചത് അത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാം വ്യാപിക്കാനും ഇസ്ലാമിന്റെ വിജയത്തിനുള്ള ഒരു പുതിയ കവാടവും തുറക്കുകയായിരുന്നു. അങ്ങനെയാണ് മഹാന്മാരാകുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഏതായാലും ഇസ്ലാമിന്റെ വ്യാപനം ദ്രുതഗതിയിലായി. ആ രീതിയിൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരികയാണ്. അങ്ങനെ ഹുദൈബിയ സന്ധിയുടെ ആ കരാർ പൂർത്തിയാവുകയും കാര്യങ്ങളെല്ലാം പഴയ സ്ഥിതിയിലേക്ക് തന്നെ മടങ്ങുകയും പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരിക്കുകയും ചെയ്യുന്ന സമയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുക്തിഭദ്രമായും സുന്ദരമായ ഉപദേശ ശൈലിയിലും ഇസ്ലാമിലേക്ക്, അള്ളാഹുവിലേക്ക്, അവന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലോകരാജാക്കന്മാർക്ക്
അറബ് നാടുകളിൽ അതുപോലെ തന്നെ അറബ് നാടുകളിലെ ഭരണാധികാരികൾക്കും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്തുകൾ അയക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഓരോ രാജാക്കന്മാർക്കും കത്തെഴുതുമ്പോ അവർക്ക് യോജിച്ച രീതിയിലായിരുന്നു ഹബീബായ തങ്ങൾ കത്തെഴുതാൻ അവിടുന്ന് തീരുമാനിച്ചത് എന്ന് മാത്രമല്ല, അവർക്ക് യോജിച്ച രീതിയിലാണ് അവിടുന്ന് ദൂതന്മാരെയും നിയോഗിച്ചതും. ആ രീതിയിൽ ഹബീബായ തങ്ങൾ തീരുമാനിച്ചപ്പോ ഒരഭിപ്രായം വന്നു, നബിയെ, ആ രാജാക്കന്മാരൊന്നും സീലില്ലാത്ത മുദ്രയില്ലാത്ത കത്തുകൾ സ്വീകരിക്കുന്നതില്ല, അല്ലെങ്കിൽ അവരതെടുക്കുകയില്ല. ആ സമയം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളി കൊണ്ടുള്ള ഒരു മോതിരം നിർമ്മിച്ചു. എന്നിട്ട് അതിൽ അള്ളാഹുവിന്റെ ദൂതരായ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉല്ലേഖനം ചെയ്യുകയാണ്. അതായിരുന്നു മുത്തുനബിയുടെ സീല്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകരാജ്യങ്ങളിലെയും അറബ് ഉപഭൂഖണ്ഡത്തിലെ പല ഭാഗങ്ങളിലെയും ഉള്ള രാജാക്കന്മാർക്ക് കത്തെഴുതുകയാണ്. ആദ്യമായി നമുക്ക് കാണാം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈസറിനാണ് കത്തയക്കുന്നത്. ആരാ കൈസർ? റോമൻ ചക്രവർത്തിമാരുടെ സ്ഥാനപ്പേരാണ് കൈസർ. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പേരുകളാണ് കിസ്റ, കൈസർ, അല്ലേ? കിസ്റ എന്ന് പറഞ്ഞാൽ അത് പേർഷ്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പേരാണ്. അതേസമയം കൈസർ എന്ന് പറഞ്ഞാൽ അത് റോമൻ ചക്രവർത്തിമാരുടെ സ്ഥാനപ്പേരാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മദീനായിൽ ഭരണം നടത്തുന്ന സമയം, അവിടുത്തെ ആഗമനകാലത്ത് റോം ഭരിച്ചിരുന്നത് ഹിർക്കൽ ചക്രവർത്തിയാണ്. ഹിർക്കൽ എന്ന് പറഞ്ഞാൽ ഹെറോക്ലിയസ് എന്നാണ് അറിയപ്പെടുന്നത്. ചരിത്രം പഠിക്കുന്ന, ഹിസ്റ്ററി നോക്കുന്ന ആൾമാർക്കൊക്കെ ഉപകാരപ്പെടും. ഏതായാലും ഹുദൈബിയ സന്ധിയോടെ രൂപപ്പെട്ട ഒരു സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷത്തിൽ ഹിജ്റ 6 ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യത്യസ്തരാകുന്ന രാജാക്കന്മാർക്ക് കത്ത് എഴുതിയതിൽ അവിടുന്ന് കൈസർ രാജാവ് അദ്ദേഹത്തിലേക്കൊരു കത്ത് ബഹുമാനപ്പെട്ട ദിഹിയത്തുൽ ഖൽബി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തയക്കാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹിർക്കൽ രാജാവിന്റെ അടുക്കിലേക്ക് ചൊല്ലുന്നത്. ഈ കത്ത് കിട്ടിയപ്പോ രാജാവ് ഹബീബായ മുത്തുനബിയുടെ ആ ഖാത്തം, അവിടുത്തെ മുദ്ര, ആ സീലിൽ ചുംബിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയ രാജാവ് വിശ്വസിക്കാൻ വേണ്ടി കൂടെയുള്ളവരോട് താൽപര്യം കാണിച്ചുവെങ്കിലും അവർ പ്രശ്നമാക്കിയപ്പോൾ അവിടുത്തെ ആ ഉദ്യമത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വിഷയങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം കൈസർ ചക്രവർത്തി, അതായത് ഹിർക്കൽ രാജാവ്, ഒരു കിനാവ് കാണുന്നുണ്ട്. ആ കിനാവ് കണ്ട് വല്ലാണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് കൊട്ടാര പണ്ഡിതന്മാർ വന്നുകൊണ്ട് രാജാവിനോട് കാര്യം അറിയിക്കുന്നത്. ആ സമയത്ത് രാജാവ് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ ചേലാകർമ്മം ചെയ്യപ്പെട്ട ആ ചേലാകർമ്മം ചെയ്യുന്നവരുടെ രാജാവ് വെളിപ്പെട്ടതായി സ്വപ്നം കണ്ടു. അന്ന മുൽക്കൽ ഖിതാനി ഖദ് ലഹറ. ഇതിങ്ങനെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, എന്താ രാജാവ്, ഇവിടെ ആ രീതിയിൽ ചേലാകർമ്മം ചെയ്യുന്നത് ജൂതന്മാർ മാത്രമാണ്, നമുക്കിടയിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളിൽ. എന്നിട്ട് ഹബീബായ ബഹുമാനപ്പെട്ട ഹിർക്കൽ രാജാവ് അവിടുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ രാജാവിന്റെ അടുക്കലേക്ക് ഒരാളെയും കൂട്ടിയിട്ട് ഒരു ദൂതൻ വന്നു. രാജാവേ, ഇദ്ദേഹം അറേബ്യൻ നാട്ടുകാരനാണ്. ഇദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായ അത്ഭുതകരമായ ചില വർത്തമാനങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് എന്ന് ആ വന്ന ആള് വന്നിട്ട് ഹിർക്കൽ രാജാവിനോട് പറയാണ്. ഹിർക്കൽ രാജാവ് തൻ്റെ പരിഭാഷകർ എന്ന് പറഞ്ഞാൽ ഭാഷ അറബി ആയതുകൊണ്ട് തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആൾമാർ, അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു.
ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ നാട്ടിൽ നബിയാണെന്ന് വാദിച്ചുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. ചിലർ അദ്ദേഹത്തെ പിന്തുടരുകയും മറ്റു ചിലർ അദ്ദേഹത്തെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കിടയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. രാജാവ് അദ്ദേഹത്തിന്റെ വസ്ത്രമഴിച്ച് പരിശോധിക്കാൻ, ഈ വന്ന ആളുടെ വസ്ത്രം ഒന്ന് അഴിച്ച് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വസ്ത്രമഴിച്ചപ്പോഴാണ് ഈ വന്ന ആൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഇത് കണ്ടപ്പോഴാണ് ആ രാജാവ് പറഞ്ഞു, ഹാദാ അവാനുഹുല്ലദീ റഅയ്തു, ഇതാ ഞാൻ കണ്ട സ്വപ്നത്തിന്റെ പുലർച്ച. അങ്ങനെ രാജാവ് അയാളെ വിട്ടയക്കാണ്. ശേഷം സൈനികരെ വിളിച്ചുകൊണ്ട് എന്ത് പറയുന്നുണ്ട്, ഷാമിൽ മുഴുവൻ അന്വേഷിച്ച് നബിയാണെന്ന് വാദിക്കുന്ന ആ ആളുടെ നാട്ടിലെ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാണ്. അങ്ങനെ ഇവര് പോയി അന്വേഷിക്കുമ്പോൾ ആ രീതിയിൽ മക്കയിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട ആള് അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, പക്ഷേ സ്വഹാബിയാണ്. ആ അബൂ സുഫിയാൻ അദ്ദേഹം ആ സമയത്ത് ഷാമിലേക്ക് കച്ചവട ആവശ്യത്തിന് വേണ്ടി വന്ന ടൈമാണ്. ഒരെന്നെ പറയുന്നുണ്ട്, ഹിർഖൽ രാജാവിന്റെ കൽപ്പന അനുസരിച്ച് ആ ദൂതൻ ഷാമിൽ അന്വേഷണം നടത്തുന്ന സമയത്താണ് ഞാനിവിടെ കച്ചവട ആവശ്യാർത്ഥം എത്തുന്നത്. ആ സമയത്ത് രാജാവിന്റെ ദൂതൻ വന്ന് ഞങ്ങളോട് വിവരങ്ങൾ അന്വേഷിച്ചു. വിവരമറിഞ്ഞ് അയാൾ ഞങ്ങളെയും കൊണ്ട് രാജാവിന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. രാജകിരീടമെല്ലാം ധരിച്ച് അവിടെ ഇങ്ങനെ രാജാവ് ഇരിക്കുന്നുണ്ടായി. അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗങ്ങളിലും റോമിലെ പ്രധാനികളുമുണ്ട്. രാജാവത ട്രാൻസ്ലേറ്ററായി നിൽക്കുന്ന പരിഭാഷകനോട് പറഞ്ഞു, എന്താ ഇവരുടെ കൂട്ടത്തിൽ നബിയാണെന്ന് വാദിക്കുന്ന ആ വ്യക്തിയോട്, ആ മനുഷ്യനോട് അടുത്ത കുടുംബ ബന്ധമുള്ളവർ ആരാണെന്ന് അന്വേഷിക്കൂ. അന്വേഷിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ എന്നവർ മുന്നോട്ട് വരികയാണ്. ആ സമയത്ത് അബൂ സുഫിയാൻ പറയുന്നു, രാജാവ് എന്നെ അടുത്തേക്ക് വിളിച്ചു, എന്റെ കൂടെയുള്ളവരെ പിന്നിലാക്കി എന്നെ മുന്നിൽ നിർത്തിയിട്ട് രാജാവ് എന്റെ അവിടെ നിൽക്കുന്ന പരിഭാഷകനോട് പറഞ്ഞു, ഞാൻ ഇനി ഇദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇദ്ദേഹം കളവാണ് പറയുന്നതെങ്കിൽ പിന്നിലുള്ളവരോട് അത് കളവാണെന്ന് പറയാൻ വേണ്ടി പറയണം. അതാ ആ രീതിയിൽ ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? കൈഫ നസബു ഹാദർ റജുലി ഫീക്കും, നിങ്ങളിലേക്ക് വന്ന ആ മനുഷ്യനിലെ ആര്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അയാളുടെ നസബ്, കുടുംബം എങ്ങനെയാ? ആ സമയത്ത് അബൂ സുഫിയാന്റെ മറുപടി, നല്ല തറവാടാണ്, നല്ല കുടുംബമാ. അടുത്ത ചോദ്യം എന്താ? ഫഹൽ ഖാല ഹാദൽ ഖൗലു അഹദുൻ ഖബ്ലഹു. ചോദ്യം, അദ്ദേഹത്തിന്റെ മുമ്പ് ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ സമയത്ത് അബൂ സുഫിയാൻ എന്നവർ പറഞ്ഞു, ഇല്ല. അടുത്ത ചോദ്യം, ഫഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി. എന്താ ഈ വാദവുമായി വരുന്നതിന്റെ മുമ്പ് അദ്ദേഹം കളവ് പറയുന്നവരാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അബൂ സുഫിയാൻ എന്നവരുടെ മറുപടി, ഇല്ല ഇല്ല, അങ്ങനെ ഒരു കളവിന്റെ വിഷയം ഇദ്ദേഹത്തിൽ ഞങ്ങൾക്ക് സംശയമേ ഇല്ല. അടുത്ത ചോദ്യമാണ്. എന്താ ചോദ്യം? ഫഹൽ കാന മിൻ അബാഇഹി മിൻ മലിക്കിൻ. എന്താ ഇദ്ദേഹത്തിന്റെ ബാപ്പമാരിൽ ആരെങ്കിലും രാജാക്കന്മാരുണ്ടായിരുന്നോ? മറുപടി, ഇല്ല. അടുത്ത ചോദ്യം എന്താണ്? ഫഅശ്റാഫുന്നാസി തബഉഹു അം ളുഅഫാഉഹും. ഇയാളെ ഫോളോ ചെയ്യുന്നവര് ജനങ്ങളിലെ വലിയ വലിയ പ്രമാണിമാരാണോ അതല്ല പാവത്ത ആൾമാരാണോ? ആ സമയത്ത് മറുപടി പറയാണ്, പാവങ്ങളാണ് അദ്ദേഹത്തെ ഫോളോ അപ്പ് ആക്കുന്ന ആൾമാര്. വീണ്ടും അതാ അടുത്ത ചോദ്യമാണ്. എന്താ ചോദ്യമെന്നല്ലേ? അതാ ഫയസീദൂന അം യൻഖുസൂൻ. അവർ കൂടിക്കൊണ്ടിരിക്കുകയാണോ അതല്ല കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അബൂ സുഫിയാന്റെ മറുപടി, കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അടുത്ത ചോദ്യം വരികയാണ്, ഫഹൽ യർതദ്ദു അഹദും മിൻഹും സഖ്തതൻ ലിദീനിഹി. അദ്ദേഹത്തിന്റെ ആ മാർഗം മതം പുൽകിയ ആരെങ്കിലും അതിനെ കുറ്റപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ചു മടങ്ങുന്നുണ്ടോ? ഇല്ല. അതേസമയം അടുത്ത ചോദ്യം, ഫഹൽ യഗ്ദറു, അയാൾ വഞ്ചിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങളിപ്പോൾ അദ്ദേഹവുമായി സമാധാന കരാറില്ല. അടുത്ത ചോദ്യമാ, ഫഹൽ ഖാതൽതുമൂഹു വഖാതലകും, നിങ്ങൾ അവരുമായി യുദ്ധം ചെയ്യാറുണ്ടോ? അതാ നിങ്ങളുമായി അവർ യുദ്ധം ചെയ്യാറുണ്ടോ? ആ സമയത്ത് മറുപടി എന്താ? അതെ, ചെയ്യാറുണ്ട്. ആ സമയത്ത് അവസാനത്തെ ചോദ്യമാണ്, ഫകൈഫ കാനത് ഹർബുഹു വഹർബുകും, എങ്ങനെയാ യുദ്ധത്തിന്റെ രീതി? ആ സമയത്ത് പറഞ്ഞു, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ചിലപ്പോൾ അദ്ദേഹം ജയിക്കും. വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അവസാനമായിട്ട് അതാണ്, ഫമാ യഅ്മുറുക്കും, അയാൾ എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ എന്നവർ പറയുകയാണ്, എന്താ, ഞങ്ങളുടെ പൂർവീകന്മാർ ആരാധിച്ചവയെ ആരാധിക്കുന്നതിന് ഞങ്ങളെ വിരോധിക്കുകയും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനിക്ക് ശിർക്ക് ആക്കാൻ പാടില്ല എന്നു മാത്രമല്ല, നിസ്കാരം, അതുപോലെ തന്നെ സത്യസന്ധത, മര്യാദ, കുടുംബബന്ധം പുലർത്തല്, കരാറ് പൂർത്തീകരിക്കല്, സൂക്ഷിപ്പ്, സ്വത്ത് തിരിച്ചേൽപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞപ്പോ അതാ രാജാവ് അയാളുടെ ട്രാൻസ്ലേറ്ററോട് പറയാണ്, നിങ്ങൾ അവരോട് പറയുക, ഞാൻ നിങ്ങളോട് അദ്ദേഹത്തിന്റെ തറവാടിനെ കുറിച്ച് ചോദിച്ചല്ലോ, ആ സമയത്ത് നല്ല തറവാടാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതേ, മുർസലീങ്ങൾ നല്ല തറവാട്ടിലാണ് ജനിക്കാറുള്ളത്. അദ്ദേഹത്തിന് മുമ്പ് മറ്റാരും ഇങ്ങനെ വാദിച്ചിട്ടില്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ വാദിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അവരെ കേട്ട് അത് ഏറ്റുവാദിക്കുകയാണെന്ന് വെക്കാമായിരുന്നു. അടുത്തത്, അദ്ദേഹത്തെക്കുറിച്ച് കളവ് ആരോപിക്കപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതിനാൽ അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ പൂർവ്വ പിതാക്കളിൽ ആരെങ്കിലും രാജാക്കന്മാരുണ്ടോ? ആ ചോദ്യത്തിനും നിങ്ങൾ പറഞ്ഞത് ഇല്ല, ഇല്ല. അങ്ങനെ രാജാക്കന്മാരുണ്ടായിരുന്നുവെങ്കിൽ ആ രാജാധികാരത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നുബുവത്തിന്റെ കഥ പറഞ്ഞു വരുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. ഇല്ല, അങ്ങനെയും സംഭവമില്ല. അതേ സമയം നിങ്ങൾ പറഞ്ഞില്ലേ, പാവങ്ങളാണ് അദ്ദേഹത്തെ പിൻപറ്റുന്നതെന്ന്. അതാ അള്ളാഹുവിന്റെ ദൂതന്മാര് അവരെ പിൻപറ്റിയവരിൽ കൂടുതലും പാവങ്ങളാണ്. അവര് വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതേ, ഈമാൻ പൂർത്തിയാകുന്നതുവരെ അവര് വർദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നതാണ്. പിന്നെയോ നിങ്ങൾ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മതത്തിൽ ചേർന്നവരാരും തിരിച്ച് അതിനെ കുറ്റപ്പെടുത്തി വരുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഈമാനിന്റെ പ്രഭ അത് ഹൃദയത്തിൽ ചേർന്നവര് അതിൽ നിന്ന് മടങ്ങില്ല, കഴിഞ്ഞില്ല. അദ്ദേഹം വഞ്ചിക്കാറില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതേ, അമ്പിയാക്കൾ വഞ്ചിക്കാറില്ല. യുദ്ധത്തിൽ ചിലപ്പോൾ നിങ്ങളും മറ്റു ചിലപ്പോൾ അവരുമാണ് വിജയിക്കാറ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതാ കേൾക്കണേ, അള്ളാഹു അവന്റെ ദൂതന്മാരെ ചിലപ്പോൾ പരീക്ഷിക്കുന്നതാ. പക്ഷേ അന്തിമ വിജയം അവർക്കു തന്നെയാ. ഇങ്ങനെയെല്ലാം ഈ രാജാവ് ഹിർഖൽ രാജാവ് ഇങ്ങനെ പറയുമ്പോ നബിമാതാ ഈ നബിയുടെ വിശേഷണങ്ങളെ കുറിച്ചെല്ലാം ഇങ്ങനെ പറയുമ്പോ ഹിർഖൽ രാജാവ് പറയുന്നുണ്ട്, പ്രസ്തുത നബി അതാ ഇങ്ങനെ ഒരു നബി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷേ ആ പ്രവാചകര് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അറബികളിൽ നിന്ന് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, വിചാരിച്ചില്ല. അതിന്റെ ശേഷം അതാ ഹിർഖൽ രാജാവ് പറയാണ്,
നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം, എന്റെ കാൽപാദങ്ങൾ നിലകൊള്ളുന്ന ഈ സ്ഥലം അദ്ദേഹം അധീനപ്പെടുത്താൻ സമയമായിട്ടുണ്ട്. ശേഷം വീണ്ടും പറയുന്നു, അല്ലാഹു സത്യം, വല്ലാഹ് എന്താ പറയുന്നത്, ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തിച്ചേർന്നിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നുവെങ്കിലും ഞാൻ അവിടുത്തെ കാല്, ആ പാദം കഴുകുമായിരുന്നു. ശേഷം അബൂ സുഫിയാൻ എന്നൊരു പറയാണ്, രാജാവ് അവിടെ വന്ന ദിഹിയത്തുൽ ഖൽബി എന്നവരുടെ അവർ മുഖേന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തയച്ച ആ കത്ത് കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. അത് വായിച്ചു കേട്ടു. അതിലിങ്ങനെ എഴുതിയിരുന്നു, എന്താ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് അബ്ദില്ലാഹി വറസൂലിഹി ഇലാ ഹിർഖലിൻ അളീമിർ റൂമി സലാമുൻ അലാ മനിത്തബഅൽ ഹുദാ. എന്താ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ അടിമയും റസൂലുമായ മുഹമ്മദും റോം രാജാവായ ഹിർഖലിന് എഴുതുന്നത്, സന്മാർഗം പിന്തുടർന്നവർക്ക് രക്ഷയുണ്ടാവട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതിയതാണ്. ഇസ്ലാമിലേക്ക് അങ്ങേയതാ നാം ക്ഷണിക്കുകയാണ്. ഫഇന്നി അദ്ഉക ബിദിആയത്തിൽ ഇസ്ലാം അസ്ലിം തസ്ലം. നിങ്ങൾ മുസ്ലിമായിക്കോളൂ, അങ്ങനെ മുസ്ലിമായി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടാം. അതേ സമയത്തതാ അയാളോട് പറയുന്ന കത്തിലുണ്ട്, എന്നാൽ നിങ്ങൾക്ക് അല്ലാഹു തആല 2 പ്രതിഫലം നൽകുന്നതാ. നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം നിങ്ങളുടെ പിന്തുടർച്ചക്കാർ, നിങ്ങളുടെ കൂടെയുള്ള ആളുകാർ, അവരുടെ കുറ്റവും നിങ്ങൾക്ക് ലഭിക്കുന്നതാ. അതിൽ പിന്നെ ആലു ഇമ്രാനിലെ 64-ാമത്തെ ആയത്താണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതുന്നത്, യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. എന്താ അതിൽ പറയുന്നത്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എഴുതിയത്, നബിയെ അവിടുന്ന് പറയാം, വേദക്കാരെ, നമ്മൾക്കിടയിൽ പരസ്പരം തുല്യമായ ഒരു വചനത്തിലേക്ക് നിങ്ങൾ വരൂ. അതായത് അല്ലാഹു അല്ലാതെ അല്ലാഹു അവനെയല്ലാതെ ആരാധിക്കാത്ത, അവനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാത്ത, അവന് പുറമെ നമ്മളിൽ ചിലരെ രക്ഷിതാക്കളാക്കാത്ത നിലപാടിലേക്ക് നിങ്ങൾ വരൂ. നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം, ഹബീബായ തങ്ങൾ പറയാണ്, വിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെയാണ്, നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം ഞങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെട്ടവരാണെന്നതിന് സാക്ഷ്യം നിൽക്കുവീൻ എന്ന് നിങ്ങൾ പറയുക. ഈ ഒരു ആയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു കത്തിലുണ്ടായി, അവിടുന്ന് എഴുതി ചേർത്തിട്ടുണ്ടായി. ഏതായാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്ത് വായിച്ചപ്പോ, ആ കത്ത് വായിച്ചതോടെ രാജാവിന് ചുറ്റുമുണ്ടായിരുന്ന റോമിലെ പ്രമാണിമാരെല്ലാം ഒച്ചവെക്കാൻ തുടങ്ങുകയാണ്. അവരൊക്കിങ്ങനെ ഒച്ചവെക്കാൻ തുടങ്ങി. ആ സമയത്ത് അവരെന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ബഹുമാനപ്പെട്ട ആ കത്തുമായി പോയ ദിഹിയത്തുൽ ഖൽബി എന്നവരിൽ നിന്ന് ആ കത്തിങ്ങനെ വായിച്ച ശേഷമുള്ള സംഭവങ്ങൾ അബൂ സുഫിയാൻ എന്നവർ പറയുകയാണ്. ഏതായാലും അവരിങ്ങനെ സംസാരിക്കുമ്പോ അപ്പോഴേക്കും രാജാവിന്റെ കൽപ്പന അനുസരിച്ച് ഞങ്ങളെ അവിടെ നിന്ന് മാറ്റുകയാണ്. ആ സമയത്ത് നസാറാക്കളിൽപ്പെട്ട അസ്ഖഫ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്ത് ലഭിച്ച ഹിർഖൽ രാജാവ് റോമിലെ വേദപണ്ഡിതന്മാരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു കൂട്ടിയിട്ടും വാതിലുകൾ അടച്ച് അല്പം ഭയത്തോടെ കൊട്ടാരത്തിന്റെ തട്ടിൻ പുറത്തുള്ള മുറിയിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുകയാ, റോമക്കാരെ,
എൻ്റെ അടുക്കൽ നബിയാണെന്ന് വാദിക്കുന്ന ഒരാളുടെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു സത്യം, നമ്മുടെ വേദഗ്രന്ഥങ്ങളിലുള്ള നാം പ്രതീക്ഷിക്കുന്ന ആ നബി തന്നെയാണ് അദ്ദേഹം. നിങ്ങൾ വരൂ, നമുക്ക് അദ്ദേഹത്തെ പിന്തുടർന്ന് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്താം. ഇതു കേട്ടും ഈ രാജാവിന്റെ വാക്കുകൾ കേട്ടും അവിടെ കൂടിയിരുന്നവരെല്ലാം വല്ലാത്ത ശബ്ദമുണ്ടാക്കുകയും പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുകയും ചെയ്യുകയാ. താൻ ഈ പറഞ്ഞ സാഹചര്യം അതിനെ അനുസരിക്കാനോ അതല്ലെങ്കിൽ അതിനെ പുൽകാനോ ഇവര് തയ്യാറല്ല. തന്റെ സാഹചര്യം ശരിയല്ല എന്നു മനസ്സിലാക്കിയ രാജാവ് തന്ത്രം മാറ്റുകയാണ്. രാജാവ് പറഞ്ഞു, റോമക്കാരേ, ഞാൻ നിങ്ങളോടിത് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. നിശ്ചയം ഞാൻ കണ്ട കാഴ്ച എനിക്ക് വല്ലാണ്ട് സന്തോഷം നൽകുന്നു. സുബ്ഹാനല്ലാഹ്. ഹിർഖൽ രാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോ അതോടുകൂടെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവർക്കും വലിയ സന്തോഷമായി. അവര് രാജാവിന്റെ മുന്നിൽ സുജൂദിൽ വീഴുകയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്തുമായി പോയ ദിഹിയത്തുൽ ഖൽബി എന്നവർ പറയുകയാണ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് ആ നൽകിയ കത്ത് അത് വായിച്ചിട്ട് ഇസ്ലാമിലേക്ക് റോമക്കാരെ ക്ഷണിച്ച് അങ്ങനെ ചെറിയ പ്രശ്നമുണ്ടായതിന്റെ പിറ്റേന്നാളും രാജാവിനെ രഹസ്യമായ ഒരു റൂമിലേക്ക് വിളിക്കുകയാണ്. അവിടെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല പെട്ടിയിറക്കി കൊടുത്തിട്ടുണ്ടായി. 3 മുഴം നീളവും 2 മുഴം വീതിയുമുള്ള ആ പെട്ടിയിൽ അമ്പിയാക്കളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നു മാത്രമല്ല അത് തലമുറകൾ കൈമാറി വന്ന് യഅ്കൂബ് നബിയിൽ നിന്ന് പിന്നീട് മൂസാ നബിയിലും അതാ ഇങ്ങനെയെല്ലാം എത്തിച്ചേർന്നതായിട്ട് കാണാം. പിന്നീട് വിവിധ കൈമാറ്റങ്ങളിലൂടെ ബനൂ ഇസ്രായേലുടെ രാജാവായ തോലൂത്തിന്റെ അയാളുടെ കൈകളിലെത്തുകയാണ്. അയാൾ ആ പെട്ടി യഥാ മുൻനിർത്തിയിട്ട് യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിലെല്ലാം അയാൾ വിജയിക്കുകയും ചെയ്ത വിഷയം വിശുദ്ധ ഖുർആൻ തന്നെ വിവരിക്കുന്നുണ്ട്. പിൻകാലങ്ങളിൽ ആ പെട്ടി മുൻനിർത്തിയാണ് ബനൂ ഇസ്രായേലിയർ യുദ്ധങ്ങളിൽ വിജയം വരിച്ചിരുന്നത് എന്നു മാത്രമല്ല ആ രീതിയിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്ന പെട്ടിയാണ്. ആ പെട്ടിയായിരിക്കണം ഇവിടെ ഹിർഖൽ രാജാവും ദിഹിയത്തുൽ ഖൽബി റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുത്തത്. ആ പെട്ടിയിലുള്ള ചിത്രം അതിലതാ കാണിച്ചു കൊടുത്തപ്പോ അതിൽ 313 മുർസലീങ്ങളുടെയും ഫോട്ടോയുണ്ടായിരുന്നു. രാജാവ് പറഞ്ഞു, ഈ കൂട്ടത്തിൽ നിങ്ങളുടെ അതാ ഉൻദുർ ഐന സാഹിബുക മിൻ ഹൗലാഇ, ഇതിലെവിടെ നിങ്ങളുടെ സാഹിബ്, നിങ്ങളുടെ കൂട്ടുകാരന്റെ ചിത്രം ഇവിടെ? ബഹുമാനപ്പെട്ട ദിഹിയ തങ്ങൾ പറയാണ്, ഞാൻ അതാ ഇങ്ങനെ നോക്കുമ്പോ ഫറഅയ്തു സൂറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ തങ്ങളുടെ ചിത്രം ഞാൻ കണ്ടു. കഅന്നഹു യൻദുറു, അവിടുന്ന് ഇങ്ങനെ നോക്കുന്നവരായിട്ട്. ആ ചിത്രം കണ്ടപ്പോ സുബ്ഹാന റബ്ബി, സൂറത്തു മൻ ഹാദാ അൻ യമീനിഹി ഫമൻ ദാ അൻ യസാരിഹി, ഹബീബായ തങ്ങളെ കാണിച്ചു കൊടുത്തപ്പോ അപ്പോൾ ഈ ചിത്രത്തിൽ ഇപ്പുറവും അപ്പുറവും നിൽക്കുന്നതാരാ? ആ ആളുകളെ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അത് അബൂബക്കർ സിദ്ദീഖ് എന്നവരാണ്. ഇടതുഭാഗത്തുള്ളതോ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരാണ്. ആ സമയത്ത് രാജാവ് പറയാണ്, ഇവരെ കൊണ്ട് അല്ലാഹു വിശുദ്ധ മതത്തെ പൂർത്തീകരിക്കുന്നതാണെന്ന് ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ ഉണ്ട്. ഈ വിഷയം ബഹുമാനപ്പെട്ടവരും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ബി അബീ ബക്രിൻ വ ഉമരിൻ യുതിമ്മുല്ലാഹു ഹാദദ്ദീന വയഫ്തഹു. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്,
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടും അല്ലാഹു അസ്സ വജൽ ഈ വിശുദ്ധ മതത്തെ പൂർത്തിയാക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നതാ. ഏതായാലും ഇസ്ലാമിലേക്ക് വരണമെന്ന് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും തന്റെ സമുദായത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം പേടിച്ചുകൊണ്ട് ഹിർഖൽ രാജാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. എന്നു മാത്രമല്ല, അയാൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചില സമ്മാനങ്ങളും ചില ഹദിയകളൊക്കെ കൊടുത്തയക്കുന്നുണ്ട്. അതില് അതാ 2 അടിമ സ്ത്രീകളെ കൊടുത്തയച്ചു എന്ന് കാണാം. അതിൽപ്പെട്ട ഒരടിമ സ്ത്രീ അതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കിടാവിന്റെ ഉമ്മയാകുന്ന മാരിയത്തുൽ ഖിബ്തിയ്യ എന്നു കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖൈസർ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്തിനെ കസ്തൂരിയിൽ വെച്ച്, നല്ല കസ്തൂരിയിൽ വെച്ച് ആദരിച്ച വിവരമറിഞ്ഞപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, എന്താ സബത മുൽകുഹു, അയാളുടെ അധികാരം അവിടെ ഉറച്ചിരിക്കുന്നു. റോമൻ രാജാവായ കൈസറിനെ കുറിച്ച് ഹബീബായ തങ്ങൾ ഈ പറഞ്ഞതിന്റെ ആ പിൻഫലം കൊണ്ടാണ് ഇന്നും റോമിന്റെ, അതായത് വത്തിക്കാൻ അധികാരം ആ ഒരു മതസ്ഥരിൽ തന്നെ നിലനിൽക്കുന്നത് എന്ന് കാണാം. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം വരുന്നത് വരെ അതവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ പേർഷ്യൻ രാജാവ് കിസ്റയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളുടെ അധികാരം പിച്ചി ചീന്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് നമുക്ക് കൈസർ രാജാവ് അയാളിലേക്ക് മുത്തുനബി അയച്ച കത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. രോഗങ്ങളുള്ളവർ, പ്രയാസങ്ങളുള്ളവർ, പറഞ്ഞവരുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ എല്ലാവർക്കും അള്ളാഹു തആല പരിപൂർണ ശിഫ നൽകട്ടെ, സന്തോഷം നൽകട്ടെ. അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട നല്ലവരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.